സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈടെക് ആണ്. ആധുനികവൽക്കരിച്ച അമ്മത്തൊട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തും. 2002 തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെയുള്ള സാഹചര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അഷിൻ ഡിയാഗോ തയ്യാറാണ് നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിംഗ്. അമ്മത്തൊട്ടിൽ എന്ന മഹത്തായ ആശയത്തെക്കുറിച്ച്, അതിന്റെ ഒരു രൂപീകരണം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണ്? ഉദ്ദേശിച്ച രീതിയിൽ ആ പദ്ധതി പ്രാവർത്തികമായി നടപ്പാകുന്നുണ്ടോ അഷിൻ? സുജിയ, ഞാനുള്ളത് തലസ്ഥാനത്തെ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിന് മുന്നിലാണ്. ഇതിനു മുന്നിൽ തന്നെയാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നാളത്തെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷേ പലർക്കും ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇവർ പലരും തന്നെ ജനിച്ച ഉടൻ തന്നെ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാണ് തിരുവനന്തപുരത്തെ ഹൈടെക് അമ്മത്തൊട്ടിൽ. നമുക്ക് കാണാം ഈ ഒരു വാതിൽ, ഇവിടെ എങ്ങും CCTV ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം കുഞ്ഞുങ്ങളെ CCTV ഉണ്ട് എന്ന് കരുതി തെരുവിൽ ഉപേക്ഷിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ CCTVകളൊന്നും ഈ ഒരു അമ്മത്തൊട്ടിലിൽ വെച്ചിട്ടില്ലാത്തത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തൊട്ടിലിന് പുറകിലുള്ള വാതിലിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നൽകേണ്ടവർ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടവർ ഇവിടെയാണ് കുഞ്ഞുങ്ങളെ വെക്കേണ്ടത്. ഈ പടിക്കെട്ട് കയറി ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവരുടെ ചലനം സെൻസ് ചെയ്ത് ഈ വാതിലുകൾ തുറക്കും. ഈ വാതിലുകൾ തുറന്ന ശേഷം ഇവർക്ക് കുഞ്ഞിനെ ഇവിടെ നിക്ഷേപിക്കാം. ഈ കാണുന്ന ഈ അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ സ്ഥാപിക്കാൻ കഴിയും. പിന്നീട് ഇവർക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ ഈ വാതിലുകൾ അടയും. തുടർന്ന് ഇവിടെ നിന്നൊരു സിഗ്നൽ അകത്തുള്ള നഴ്സുമാർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ആയമാർക്ക് ഒരു സിഗ്നൽ എത്തും, അല്ലെങ്കിൽ ഒരു അലാറം കേൾക്കും. ഈ കുഞ്ഞിനെ വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ ഒരു അലാറം കേൾക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ സെൻസേഴ്സാണ്. ഈ സെൻസേഴ്സ് വഴിയാണ് കുഞ്ഞിനെ ഇവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നറിയുന്നത്. ഇവിടെ ഒരു ചെറിയ ക്യാമറയുണ്ട്. ഈ കുഞ്ഞ് ഇവിടെ സ്ഥാപിച്ചു, എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്നറിയാനായി ഒരു ചെറിയ ക്യാമറയും നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് കൃത്യം 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അലേർട്ട് ഇത്തരത്തിൽ അകത്തിരിക്കുന്ന ഈ ഈ നഴ്സുമാർക്കും അതുപോലെ തന്നെ ഈ ബാക്കി ഉദ്യോഗസ്ഥർക്കും, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും, ആയമാർക്കും ലഭിക്കും. അവർ ഈ 2 മിനിറ്റ് കഴിഞ്ഞ പുറത്തേക്ക്, ഞാനിപ്പോൾ കയറി വന്ന ഈ വാതിലിലൂടെ അകത്തേക്ക് കയറി വന്ന് ഇവിടുത്തെ ഏറ്റവും പുതിയ അതിഥി എന്നാണ് ഇവർ പറയുക, കുഞ്ഞുങ്ങളെയൊക്കെ അവർ ഏറ്റെടുക്കും. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കുഞ്ഞിൻ്റെ ആരോഗ്യ എങ്ങനെയാണ് എന്നൊക്കെ അറിയും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഒരു ആൺകുഞ്ഞിനെ കൂടി ഇവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഉജ്വൽ എന്നാണ് ആ ആൺകുഞ്ഞിനെ ഇവർ പേരിട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 3 കിലോയോളം ഭാരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത്തരത്തിൽ ഇവർക്ക് രാവിലെയോടുകൂടി ഇവിടെ നിന്നൊരു സന്ദേശം കിട്ടുന്നു. ആ സന്ദേശത്തോടെ പ്രതികരിക്കാനായി വന്ന് നോക്കുമ്പോഴാണ് ഒരു 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ തൊട്ടിലിൽ കിടന്ന് കിട്ടുന്നത്. കുട്ടിയെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ഇവർ ആദ്യം തൈക്കാടുള്ള വനിതാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ ആവശ്യമായ ചികിത്സ നൽകുന്നു. പക്ഷേ ഈ ഉജ്വൽ എന്ന ഈ ഒരു മിടുക്കനായ ആൺകുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. പിന്നീട് അതിനെ എവിടേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ ഈ കുഞ്ഞ് ഇവരുടെ ഒരു പരിചരണത്തിലുമാണ് ഉള്ളത്. ഈ 2022 ഈ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നത്, തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നത്. ഈ സ്ഥാപിച്ചതിന് ശേഷം ഏതാണ്ട് 598 കുഞ്ഞുങ്ങളാണ്, ഉജ്വലടക്കം 598 കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കഴിഞ്ഞ 10 മാസത്തിനിടയിൽ തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ വഴി ലഭിക്കുന്ന 12ാമത്തെ കുട്ടിയാണ്. ഈ ഉജ്വൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ തിങ്കളാഴ്ച പ്രസവിച്ച കുഞ്ഞാകണം. അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ 4 ദിവസം പ്രായമാണ് കുഞ്ഞിനുണ്ടായിരുന്നത്. ഈ 10 മാസത്തിനിടയിൽ വരുന്ന ആദ്യത്തെ കുഞ്ഞ്. കഴിഞ്ഞ 10 മാസമായി അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥികളാരും എത്തുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നില്ല എന്നുള്ളൊരു ആശ്വാസം. അമ്മത്തൊട്ടിൽ എന്ന് പറയുമ്പോൾ മറുഭാഗം നോക്കുമ്പോൾ അങ്ങനെ ഒരു ആശ്വാസവും കൂടിയുണ്ട്. ഉപേക്ഷിച്ച് കളയുന്നില്ലല്ലോ എന്ന ഒരു ആശ്വാസവും കൂടി അധികൃതർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉജ്വലിനെ ലഭിച്ചത് 4 ദിവസം പ്രായമുള്ള ഘട്ടത്തിലാണ്. പൂർണ്ണ ആരോഗ്യവാനാണോ കുഞ്ഞ്? സുജിയ, കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുട്ടിയെ ഈ തൈക്കാട് തന്നെയുള്ള സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ്. അവിടേക്കാണ് ഈ കുട്ടികളെല്ലാം ആദ്യമായി ചികിത്സയ്ക്ക് എത്തിക്കുക. കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ഇപ്പോൾ
ശിശുക്ഷേമ സമിതിയുടെ പരിചരണത്തിലുമാണ് കുട്ടിയുള്ളത്. മാത്രമല്ല ഈ ദത്തെടുക്കൽ പ്രക്രിയ ആരംഭിക്കേണ്ടതായുണ്ട്. ഇവർക്ക് ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഇത് കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മളോട് ഇവർ അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി ഈ കുഞ്ഞിനെ തിരിച്ചു വേണം, ഇതിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ കുട്ടി തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അടിയന്തരമായി ഈ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെടണം എന്നൊരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ അവരുടെ മനസ്സ് മാറി ഇവർ കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കും. ഇപ്പോൾ എന്തായാലും ആ കുട്ടി ഈ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ 10 മാസത്തിനിടെ എത്തുന്ന ആദ്യത്തെ കുട്ടിയാണിത്. ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലായി അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 13 ഇടങ്ങളിലായി അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതിൽ കൃത്യമായ ആളുകൾക്ക് അറിയില്ല. ഇത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ചെറിയ ആശയക്കുഴപ്പങ്ങൾ പല തീർച്ചയായും അങ്ങനെയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതുകൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അഷൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിന് മുന്നിൽ നിന്ന് അതിന്റെ പ്രവർത്തനം വിശദീകരിച്ചത്. പുതിയ അതിഥി അവിടെ കഴിഞ്ഞ ദിവസം എത്തി, വെള്ളിയാഴ്ച എത്തി. ഉജ്ജ്വൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആലപ്പുഴയിലെത്തിയ കുഞ്ഞിന് മാനവി എന്നാണ് പേരിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ഇട്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കൃത്യമായി സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.